ഹോർമൂസ് കടലിടുക്കിൽ ചരക്ക് കപ്പലിന് നേരെയുണ്ടായ ഇറാൻ ആക്രമണത്തിൽ തിരിച്ചടിച്ച അമേരിക്ക. ഇറാന്റെ മിസൈൽ ഡ്രോൺ സംഭരണ കേന്ദ്രങ്ങളിലും റഡാർ കേന്ദ്രങ്ങളിലുമാണ് ആക്രമണം നടത്തിയത്. ആക്രമണത്തെ അപലപിച്ച് ഇറാൻ റവല്യൂഷണറി ഗാർഡ് രംഗത്തെത്തി. ആക്രമണം ആവർത്തിച്ചാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ വ്യക്തമാക്കി. വിഷ്ണു വിരോധമുണ്ട് വിവരങ്ങളുമായി. വിഷ്ണു, എന്തായാലും ഒരു സമാധാന കരാറിലേക്ക് നീങ്ങിയപ്പോൾ കടുത്ത ആശങ്ക വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നു എന്ന് തന്നെ പറയാം. വീണ്ടും പശ്ചിമേഷ്യ അശാന്തതയിലേക്കാണോ നീങ്ങുന്നത്? കാർത്തു സൂചിപ്പിച്ചതുപോലെ തന്നെ ജൂൺ 17-നാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന കരാർ നിലവിൽ വന്നത്. അതിനുശേഷം 9 ദിവസത്തോളം പശ്ചിമേഷ്യ പരിപൂർണമായി അല്ലെങ്കിൽ ഏകദേശത്തോളം ശാന്തമായി തന്നെ മുൻപോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. എന്നാൽ അതിന് വിഭിന്നമായി ഇന്നലെ ഹോർമൂസിൽ വെച്ച് സിംഗപ്പൂർ പതാക ഘടിപ്പിച്ച ഒരു ചരക്ക് കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായിരുന്നു. ആ ആക്രമണത്തിനു പിന്നാലെയാണ് അമേരിക്ക ഇത്തരത്തിലൊരു പ്രകോപനം അല്ലെങ്കിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ളൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ തന്നെ ആ ആക്രമണത്തിന് പിന്നാലെ തന്നെ അമേരിക്കൻ ഭരണകൂടവും അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപും എല്ലാം കൃത്യമായി പറഞ്ഞു വെച്ച കാര്യമാണ് ഇതിനെതിരെ ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള കാര്യം. കാരണം മാധ്യമപ്രവർത്തകരടക്കം ചോദ്യം ചോദിച്ചപ്പോൾ കൃത്യമായി ഇതിന് തിരിച്ചടി ഉണ്ടാകും എന്നുള്ള നിലയിലുള്ള മറുപടി ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായതാണ്. അതിനു പിന്നാലെയാണ് ഇപ്പോൾ നിലവിൽ ഇറാൻ്റെ സൈനിക കേന്ദ്രങ്ങളെയും ഡ്രോൺ കേന്ദ്രങ്ങളെയും എല്ലാം ആക്രമിക്കുന്ന നിലയുണ്ടായിട്ടുള്ളത്. എന്നാണെങ്കിലും നിലവിൽ ഇപ്പോൾ ഈ ഒരു ആക്രമണത്തെ, അമേരിക്കയുടെ ആക്രമണത്തെ അപലപിച്ച് ഇറാൻ റവല്യൂഷണറി ഗാർഡ് അടക്കം രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇറാൻ പറയുന്നത്, മറുപടിയായി പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനിയും പ്രകോപനം ഉണ്ടായാൽ ആക്രമണം അഴിച്ചുവിടുന്ന ഒരു സ്ഥിതിഗതി അമേരിക്കയുടെ ഭാഗത്തു നിന്നും തുടരുന്ന നിലയുണ്ടാകുകയാണെങ്കിൽ ഇറാനും ശക്തമായി തിരിച്ചടിക്കുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ ഇറാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ പുറത്തു വരുന്ന വിവരം എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. എന്താണെങ്കിലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പശ്ചിമേഷ്യ സമാധാന കരാർ ഒപ്പുവെച്ചതിന് ശേഷം ശാന്തമായി പോയതിനു ശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടി ഉണ്ടാകുന്നത്. ഇറാൻ വളരെയധികം നിർദ്ദേശങ്ങളോട് കൂടി തന്നെയാണ് സമാധാന കരാറിൽ ഒപ്പുവെച്ചിരുന്നത്. അതിനകത്ത് കൃത്യമായി പറഞ്ഞിരുന്നു, ഇറാൻ നിർദ്ദേശിക്കുന്ന റൂട്ടുകളിലൂടെ മാത്രമേ കപ്പലുകൾക്ക് സഞ്ചരിക്കാവൂ. ആ റൂട്ട് തെറ്റിച്ച് സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പാതയ്ക്ക് വിഭിന്നമായി സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് നേരെ എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ ഇറാൻ അതിൽ ഉത്തരവാദിത്വം ഉണ്ടാകുന്നതല്ല എന്നുള്ള തരത്തിൽ ഉള്ള നിർദ്ദേശങ്ങളെല്ലാം വെച്ചുകൊണ്ടാണ് സമാധാന കരാറിൽ ഒപ്പുവെച്ചിരുന്നത്. എന്നാൽ അതിനുശേഷം നൂറുകണക്കിന് കപ്പലുകളാണ് ഹോർമൂസ് കടലെടുക്ക് വഴി കടന്നു പോകുന്ന നിലയുണ്ടായത്. അതിനൊന്നും തരത്തിലുള്ള ഒരു ആക്രമണമോ ഒരു പ്രകോപനമോ ഇറാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്ത ഒരു സാഹചര്യമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. എന്നാൽ ഇന്നലെ അത്തരത്തിൽ ഇറാൻ്റെ നിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ടൊരു കപ്പൽ കടന്നു പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് ആക്രമണം ഉണ്ടായത് എന്നുള്ള നിലയിലാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത്. അതിന് പിന്നാലെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഈ ആക്രമണത്തിന് തിരിച്ച് ആക്രമിക്കുക അല്ലെങ്കിൽ തിരിച്ചടി എന്നോണമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ നിലവിൽ ആക്രമണം അല്ലെങ്കിൽ ഇറാന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. കാർത്തു, ശരി, എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം ഹോർമൂസ് കടലിടുക്കിൽ ചരക്ക് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ തിരിച്ചടിച്ചിരിക്കുകയാണ് ഇറാൻ. ഇനിയും പശ്ചിമേഷ്യ ഒരു അശാന്തതയിലേക്ക് പോകുന്നു എന്നൊരു ആശങ്ക കൂടി നിലനിൽക്കുകയാണ്. നിമിഷം വിഷ്ണു വിനോദാണ് വിവരങ്ങൾ നൽകിയത്.